നല്ല മൻതാബായിട്ടോണ്ടൊക്കെ കയറിയേക്കണം. ഷാഡിലടിച്ചേക്കണം കേട്ടോ. ഷാഡിൽ സീമാൻ്റെ ഷാഡിലടിച്ചേക്കണം. ഞാൻ വാഹയാണ് ചെറിഞ്ഞാണ് മറിച്ചിലുണ്ട്. ബ്രാലായിരുന്നു, നാടൻ ബ്രാലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ബ്രാല് ചിമിണ്ടൻ ബ്രാല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചേട്ടൻ്റെ സ്പിന്നിങ് റോഡ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തായിരുന്നു. അതിൽ നമുക്ക് മീനടിച്ചിട്ടാ ആ ക്യാമറയിൽ. അപ്പുറത്തൊരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 2 ക്യാമറ എടുത്തിട്ടുണ്ട്. പുള്ളിക്ക് അടിക്കുന്ന മീൻ കൂടി കവർ ചെയ്യാമല്ലോ. അതായത് ലുക്കാനയിൽ അടിച്ചേക്കണം. ലുക്കാനയുടെ ഒരു നോവ എന്ന് പറയുന്ന ഫ്രോഗിൽ അടിച്ചേക്കണം. അത്യാവശ്യം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലസ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാരും സ്വാഗതം. ഇന്ന് നമ്മൾ സരസഞ്ചേൻ്റെ ഒപ്പമുള്ള ആൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഞാനിങ്ങനെ റോട്ടിലിട്ട് മീൻ അടിച്ച് കയറണം കണ്ടിട്ട് ആൾ സബ്സ്ക്രൈബർ ആയതാണ്. ആൾക്ക് റോഡ് എടുക്കണം. അപ്പോൾ പുള്ളിക്ക് റോഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കത് കാസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു പേടി. അപ്പോൾ തൽക്കാലം ഒരു ബിഗിനർ സെറ്റപ്പിലുള്ള എൻ്റെ ഇരിക്കുന്ന റോഡ്, ഒരു 4 പീസ് റോഡ് ഞാൻ പുള്ളി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇതാണ് റോഡ് ഇട്ടാ, സിറോക്കിൻ്റെ എൻഡോർ എന്നുള്ള റോഡ്. സരസഞ്ചേൻ്റെ ഇതാണ് കേട്ടോ. ഇതാണ് സരസഞ്ചേരൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 പേരോട് കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഓർഡിപ്പിക്കണം, നേരെ പരിപാടിയിലോട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ എൻഡോർ എന്ന് പറഞ്ഞ റോഡ് സെറ്റ് ചെയ്യുമ്പോൾ വേണ്ട, ഇതിപ്പോൾ കിട്ടണില്ല. അടിപൊളി റോഡായിരുന്നു. പിന്നെ നേരെ റീൽ സീറ്റ് താഴത്തെ സ്പിന്നിങ്ങും വെയിറ്റ് കാസ്റ്റിങ്ങും ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമുക്കിതിരി സമയം കൊണ്ടാണ് ഞങ്ങൾ ലേറ്റ് ആയി പോയി. അപ്പോൾ ഈ ബോട്ടം പീസ് താഴത്തേക്ക് വന്ന രീതിയിൽ സ്പിന്നിങ് ആണ്. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് നിൽക്കണം. ഹാൻഡിലിൻ്റെ ഭാഗം താഴത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ സെക്കൻഡ് പീസ് കയറ്റുക. കറക്റ്റ് 90 ഡിഗ്രിയിൽ കയറ്റണമല്ലോ. കറക്റ്റ് 90 ഡിഗ്രിയിൽ കയറ്റാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പീസ്. അത് നമ്മൾ രണ്ടാമത്തെ പീസും സക്സസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിപ്പ് പീസാണ്. ആൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി ഒന്ന് യൂസ് ചെയ്യാനും കൂടിയാണ് പുള്ളി ഈ റോഡ് ചൂസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നണം. ഇത് ഇത്തിരി വെയിറ്റ് ഉണ്ട്, എന്നാലും നല്ല റോഡാണ്. ഞാനിതിൽ നാടമ്പലും ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് എനിക്കിതിൽ. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആണോ നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആണെങ്കിൽ പീസുകൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 20 കാസ്റ്റിംഗ് കഴിയുമ്പോൾ ഇതിൻ്റെ ടിപ്പ് ലൂസ് ഉണ്ടോ എന്ന് നോക്കണം. ടൈറ്റ് ചെയ്യേണ്ട, ലൂസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ലൂസ് ഉണ്ടെങ്കിൽ മാത്രം ടൈറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഊരി എടുക്കാനായിട്ട് വേറെ ആളെ വിളിക്കേണ്ടി വരും, ലോഡിങ് ആയിട്ട് വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് എൻ്റെ ആശാൻ എനിക്ക് മേടിച്ചെന്ന റീലാണ്ട. നമ്മുടെ കൊച്ചെല്ലാ ദിവസവും ഇറങ്ങിയിട്ട് ഇറങ്ങണത്. അപ്പോൾ ഈ റീലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇത് തന്നെ സെറ്റ് ചെയ്യേണ്ടത്. എക്സാണ് എല്ലാവർക്കും അറിയാവുന്ന റീലാണ്, പഴയ റീല്. ഈ റീൽ എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 കൊല്ലത്തിന് മേളിലായിട്ടാണ്. നല്ല ഐശ്വര്യമുള്ള റീലാണ് ആശാൻ എടുത്തു തന്നത്. ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് ബാലിങ് ചേർന്നൊക്കെ പിടിച്ചത്. അപ്പോൾ ആൾക്ക് തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. നമ്മൾ ബ്രൈഡൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ ഞാൻ രാത്രി ഇരുന്ന് സ്കൂൾ ചെയ്യുന്നില്ല. ഒരു മോട്ടറിൻ്റെ പണിയായിരുന്നു. രാത്രി ഒന്ന് നമ്മൾ സ്കൂൾ ചെയ്ത് വെച്ച് ആൾക്കൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വിളിച്ചേക്കണം. അപ്പോൾ ആൾക്കാർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതായത് ഇതാണ്. ഇത് എടുത്തിട്ട് ജസ്റ്റ് വെയിലാകുമ്പോൾ തട്ടുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക. ഒറ്റ ഗൈഡ് പോലും തട്ടരുതട്ടാ. ഗൈഡ് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് റോഡ് ഓടിക്കും. ഈ സാധനം എന്ന് വെച്ചാൽ ഒരു സത്യമുള്ള സാധനമാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്ത് ഒടിയില്ല. അല്ലാണ്ട് യൂസ് ചെയ്താൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഈക്വലായിട്ട് കയറ്റുക. ചൂണ്ട എടുക്കാനുള്ള എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാത്ത കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് 5 മിനിറ്റിനപ്പുറത്തുള്ള വീഡിയോ കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അത് കഴിഞ്ഞാൽ ബെയിലാമിങ്ങനെ തട്ടിയിടുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നേരെ അറ്റാച്ച് ചെയ്യണം. നമ്മൾ ലീഡർ ലൈൻ മേടിച്ചിട്ടുണ്ട്. ലീഡർ ലൈൻ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഈ പ്രാവശ്യം ഞാനൊരു ലീഡർ ലൈൻ മേടിച്ചു. സരസൻ ഞാൻ കണ്ടിട്ട് ഞാനൊരു ലീഡർ ലൈൻ ആദ്യമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലീഡർ ലൈൻ ഇട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി മീൻ അടിക്കുമോ നോക്കട്ടെ. അപ്പോൾ ആദ്യത്തെ 10 എറി സരസൻ ഞാൻ അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവനായിട്ട് ടൂൺ ഫ്രോഗാണ് കൊടുക്കുന്നത്. കാരണം ഇത് ആർക്കും പിടിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളൊരു 10 എറി കയറത്തേക്ക് കൊടുക്കണേ. എന്താകുമെന്ന് കണ്ടറിയാം. ഓക്കെ, അതെ പൊട്ടിച്ച് സാധനം എടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാധനങ്ങൾ പരമാവധി പാടത്തിനായിട്ട് പോക്കറ്റിൽ തന്നെ ഇട്ട് വീട്ടിൽ കൊണ്ടുപോകാം, വഴിയിലിട്ടിട്ട് പോകരുത്. അപ്പോൾ ഇത് ഇടുന്നത് വളരെ സിമ്പിളാണ്. ഏറ്റവും സിമ്പിളായ ഫാസ്റ്റ് ആച്ചാണ് നമ്മൾ മേടിച്ചത്. മസ്റ്റാർഡിൻ്റെ 30 രൂപ 35 രൂപയുടെ വില, അല്ലെങ്കിൽ 25 രൂപ. അതെ കണ്ടോട്ടെ. ജസ്റ്റ് ഇത് ഇങ്ങനെ കയറ്റുക, ഈ കുളത്തിൽ കയറ്റുക, ഒറ്റ തിരി, എത്ര ഉള്ളൂ. നല്ല ലോക്കായി ഒറ്റ തിരി, എത്ര ഉള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി ഈ ഫാസ്റ്റ് ആച്ച് ലൂസായി. ചിലപ്പോൾ തവള മിസ്സാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ വലിയ തവള ഇടാറുണ്ട്. വലിയ തവള ഒരിക്കലും ചെറിയ ഫാസ്റ്റ് ആച്ചിൽ ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തവളകൾ മിസ്സാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണം. റെഡിയല്ലേ? പിടിക്കാം. ഓക്കെ, ആളെ റെഡിയാണ്. ഞങ്ങൾ നമ്മുടെ കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാർ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 10 പാടത്തേക്ക് എറിയുക. കരഭാഗത്ത് എറിഞ്ഞാൽ തവള പോകില്ല.
കരഭാഗത്ത് ഒരു 10 എറിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് എറിയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നാളെ ജസ്റ്റ് എന്നാ ആശാൻ അങ്ങനെ പഠിപ്പിച്ചേക്കണം. നേരെ വെള്ളത്തിൽ എറിഞ്ഞ് തെറി പറയുക. പക്ഷേ താഴെ എല്ലാം തട്ടിയിടുക. സെക്കൻഡ് സ്റ്റെപ്പ് ഡ്രാഗ് ടൈറ്റ് ചെയ്യുക. ഡ്രാഗ് ടൈറ്റ് ചെയ്തത് എൻ്റെ ഡ്രാഗ് എപ്പോഴും ലൂസായിരിക്കും. ഞാൻ ഒരിക്കലും റീല് ഞാൻ സർവീസ് ചെയ്യാറേ ഇല്ല. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ഡ്രാഗ് ലൂസ് ചെയ്ത് വെക്കും എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ ഈ റീല് 7 കൊല്ലമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് വർക്കിംഗ് ആയിട്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുപോലെ മീനടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ലോഡ് കൊടുക്കരുത്. ഈ ഇതും ഇട്ടിട്ട് റീലും ഇട്ടിട്ട് ചവിട്ടി കറക്കണ എല്ലാവരുടെയും ഞാൻ കാണാം. ശരിക്കും അങ്ങനെയല്ല. ഹുക്കപ്പ് കൊടുക്കുക, താത്തുക, ഹുക്കപ്പ് ശരിക്കും പമ്പ് ചെയ്ത് ഇങ്ങനെ ടോപ്പട്ടാന്ന് പറഞ്ഞ് അടിച്ചാലാണ് മീൻ കയറുള്ളൂ. മീനും കയറുള്ളൂ, റീലും ലൈഫ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ച് കയറ്റിട്ടോ. ഇതാണ് മീൻ കേട്ടോ. നല്ല ലോങ്ങിൽ നിന്ന് അടിച്ചാ. വീഡിയോ കിട്ടിയോന്ന് അറിയില്ലെന്ന് നോക്കട്ടെ കേട്ടാ. അത്യാവശ്യം നല്ല ലോങ് സ്ട്രൈക്ക് ആയിരുന്നു. സമയമൊന്നും കൊടുത്തില്ല, അടിച്ച് പരത്തി കയറ്റി. ഈ റോഡ് സ്ലോ ആക്ഷനാണ്, അല്ലെങ്കിൽ അത്ര നേരം ഈ വെള്ളത്തിൽ കിടക്കൂല. പറത്തി എടുക്കും ഞാൻ ഇങ്ങോട്ട്. ഓ, തിരിച്ചു പിടിച്ച് കയറ്റി. ഇങ്ങനെയുണ്ടാ റോഡ് പിടിക്കുന്നത്. റോഡ് പിടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. റോഡ് പിടിക്കണ പൊസിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് അടിയിൽ ഇങ്ങനെ പിടിക്കുക. ഇത് അത് ടൈറ്റ് ചെയ്തിട്ട് ഒരു 1 മീറ്റർ കണക്കാക്കി വയ്ക്കുക. ടൈറ്റ് ചെയ്യാനുള്ളതൊക്കെ ടൈറ്റ് ചെയ്യുക. ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്യുക. അതൊക്കെ ശ്രദ്ധിക്കുക. ഇന്നലെ ഡ്രാഗ് ടൈറ്റ് ചെയ്യാണ്ട് നീ പോയാൽ ആ റീലായതുകൊണ്ട് കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഇത് വേണ്ടത് ഏകദേശം ഒരു 1 മീറ്റർ താഴെ മാത്രം ബ്രൈഡ് നീട്ടിയിട്ടാൽ മതി ബ്രാലിന് വേണ്ടി. എന്നിട്ട് നമ്മളിത് ഹോൾഡ് ചെയ്യണം. നോക്കിക്കോട്ടെ, എൻ്റെ കൈയ്യണ്ട കാണാൻ പറ്റില്ല. ഒന്നിന് കഴിയതേ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. വേറെ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ പിടിച്ചെറിയണം. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യണം. ഇതാണ് ഞാൻ ശ്രദ്ധിക്കാറ്, ഞാൻ പറഞ്ഞു കൊടുക്കാറ്. പിന്നെ ഇവിടെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെറിയ ഈ സാധനം ബാക്കിലേക്ക് തന്നെ ഇങ്ങനെ എടുത്ത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റ് ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കൂടുതൽ എഫേർട്ട് ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കാസ്റ്റ് ചെയ്യുക, കൈവേദന എടുക്കില്ല. ഞാൻ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ മീൻ കണ്ട പ്രാന്താണ്. അപ്പം തന്നെ ഇങ്ങനെയൊക്കെ വലിച്ചെറിയും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ കൈക്കും ബാക്കിയുള്ള സാധനങ്ങൾക്കും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ബ്രാലാണ് കഴിക്കണതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ എടുക്കുക, നേരെ ഈ സാധനം ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അത്രയും നല്ലതാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ. എടുത്തിട്ട് ജസ്റ്റ് ഈ സാധനത്തിന് വെയിലാമിനെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് കാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്. എന്തൊരു ദൂരം പോയെന്ന് അറിയാമോ? 6 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഒരു 2 പ്രാവശ്യം വേണ്ടി നമ്മൾ കാണിച്ചു തരും. അപ്പോൾ പുള്ളിക്കൊന്ന് പഠിക്കുകയും ചെയ്യാൻ നിങ്ങൾക്കും പഠിക്കാതെ. നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് വെയിലാമ തുറന്ന് ഒരു ചുറ്റി റൗണ്ട് ചുറ്റി ഇതിനെ ലെഫ്റ്റ് സൈഡിലാക്കി ഇങ്ങനെ പിടിച്ച് ഉണ്ടാ പോണ പോക്ക് നല്ല ദൂരമാണ്. ഇപ്പം കാണിക്കാനായിട്ട് കിടുക്കം റൈഡാണ്. ഈ തായ്ലാൻഡിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ ഈ ബ്രാലുമ്പോൾ കിടന്നാണ് കളിക്കണം. അപ്പോൾ അവർക്ക് കറക്റ്റ് ടാക്കിൾസ് അറിയാം. എന്നിട്ടാണ് ബ്രാലിട്ടാണത്. അത് 3ാമത്തെ പ്രാവശ്യം ഉണ്ടല്ലേ. നമ്മളിതിങ്ങനെ എടുത്ത് ഒരു കറക്ക് ഇറക്കി ഈ കൈ ലെഫ്റ്റ് കൈ കൊണ്ട് ബ്രൈഡിനെ ഇങ്ങോട്ട് ഒതുക്കി മാറ്റി വെയിലാമ തട്ടി വെയിലാമ ഒരു കറക്ക് ഇറക്കി പിന്നെ പിടിച്ച്. ഇതാണ് ഇതിൻ്റെ
ക്ലാസിക് വെർഷൻ ഞാൻ എനിക്ക് തോന്നിയ പോലെ അറിയാറുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലത്. അതായത് ബോട്ടം മ്യൂസിക് പിടിച്ച് ഇങ്ങനെ എടുത്തിട്ട് പോണ ദൂരം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ അപ്പുറത്തെ ദൂരത്തോടെ പോണേട്ടാ. അപ്പോൾ ഫസ്റ്റ് എറിയുമ്പോൾ നമുക്ക് ഇതുപോലെ എറിയാൻ പറ്റില്ല. ഫസ്റ്റ് എറിയുമ്പോൾ നമ്മൾ വെറുതെ അധികം ബലം കൊടുക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു ചുറ്റി വെയിലാമെന്ന് കറക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടു. ഇങ്ങനെ ഇട്ടാലും ഈ ബ്രൈഡ് കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് പോകും. സൂക്ഷിച്ചെറിയണോട്ടോ. ബ്രൈഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇത് നല്ല തിക്നെസ്സും ഉണ്ട്, ഭയങ്കര കാസ്റ്റിംഗ് കപ്പാസിറ്റിയാണ്. ബ്രൈഡ് വെള്ളത്തിൽ താഴത്തേ ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ബ്രൈഡ് 8 മാസമായി. ഇതുവരെ ആ സാധനം ഇപ്പോഴും ഫ്ലോട്ടിംഗ് ആണ് ബ്രൈഡ്. അത് ഞാൻ ആൾക്ക് കയ്യിലേക്ക് കൊടുക്കണം. ജസ്റ്റ് പാടത്തുനിന്ന് എറിഞ്ഞ് പഠിക്കട്ടെ. അധികം വീഡിയോയിൽ കഴിയുന്നില്ല. എറിഞ്ഞ ഹെവി സാധനം, എക്സ്ട്രാ ഹെവി സാധനം. മൺതാ ബൈറ്റോട്ടാ. കണ്ടോ, 1 കിലോൻ്റെ മേളിലാണ്. നല്ല പെട്ടപ്പ് സാധനം. ഷാഡിലടിച്ചേക്കണം കേട്ടോ. ഷാഡിൽ സീമാൻ്റെ ഷാഡിലടിച്ചേക്കണം. ഞാൻ വാഹയാണ് വിചാരിച്ചെറിഞ്ഞാണ്. മറിച്ചിലുണ്ട്. ബ്രാലായിരുന്നു, നാടൻ ബ്രാലായിരുന്നു. നല്ല വലിയ ഓളമായിരുന്നു. അടിച്ചത് നമുക്ക് ക്യാമറയിൽ കിട്ടിക്കാണാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ കുറേ ലോങ് മാറുന്നത് എറിഞ്ഞത് സെറ്റ് ചെയ്യാൻ മറന്നുപോയി. ബ്രൈഡിനെ ഇങ്ങനെ പിടിക്കാം. ഇതല്ല, ഈ ബ്രൈഡിനെ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് തുറന്നിട്ട് ജസ്റ്റ് ഒരു കറക്കുക. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ലെഫ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ച് ഇത് തുറന്ന് ഒരു കറക്കുക ബ്രൈഡിൻ്റെ കയ്യിൽ. അത് മാത്രം ഒന്ന് കാണിച്ചേ. ഇത് കാണിച്ചു. കൈ റൈറ്റ് ഇല്ല കിട്ടുമോ? അതൊക്കെ സ്വാഭാവികം ഉണ്ടാ. ചെറിയ തെറ്റൊക്കെ ആദ്യം വരും. അത് മൈൻഡ് ചെയ്യണ്ട. ഞാൻ കുറേ തെറി കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ലെഫ്റ്റ് കൈ ഉപയോഗിക്കും. ലെഫ്റ്റ് കൈ ഇല്ല, ഈ ബൈക്ക് സ്പിന്നിങ് ഇങ്ങനെയാണ്. ലെഫ്റ്റ് കൈ വെച്ചിട്ട് ബ്രൈഡ് എടുത്തിട്ട് ഒതുക്കും. അങ്ങനെ എടുത്താലും കിട്ടും. കുഴപ്പമില്ല. ആൾക്ക് റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ആൾ റൈറ്റ് ഹാൻഡ് വെച്ച് തന്നെ എടുത്ത. അപ്പോൾ ആളെ ഞാൻ അങ്ങനെ പഠിക്കട്ടെ, എളുപ്പമുള്ള രീതിയിൽ പഠിക്കും. ഇത് പോകില്ല, അവിടെ പിടിച്ചേക്കല്ലേ. എന്നിട്ട് ജസ്റ്റ് പയ്യനാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കറക്റ്റാ. പയ്യനെ വിട്ടാൽ അത് ഫസ്റ്റത്തെ ചെറിയൊരു കുത്ത് വീഴും, സ്വാഭാവികമാണ്. അപ്പൊ ആള് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, പുപ്പുലിയാണ്. നിസ്സാര സമയമാണ്. ഞാൻ ഈ സാധനം പഠിച്ചത് ബ്രൈഡ് എടുക്കാനും ഇതൊന്ന് ചുറ്റാനും കറക്കാനും ഞാൻ പഠിച്ചത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം തെറിയായിട്ടാണ്. ആള് പക്ഷെ പെട്ടെന്ന് പഠിച്ചിട്ട് ആള് സിമ്പിളായിട്ട് മീൻ പിടിക്കും. ഇങ്ങനെ സിവല് ടൈറ്റായി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പിന്നെ കറക്കരുത്. കാരണം ഗൈഡ് പൊട്ടിപ്പോവും. അപ്പോൾ അതിന് പകരം ഇതിന് റിവേഴ്സ് സ്വിച്ച് എന്നുള്ള സാധനമുണ്ട്. ഇത് റിവേഴ്സ് സ്വിച്ചാണ്. ഞാൻ അടുത്ത് കൊണ്ട് കാണിച്ചു തരാം. ഇതിനെയാണ് റിവേഴ്സ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ സിവല് കയറി ടൈറ്റ് ആയി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വലിച്ച് ഇതാക്കാണ്ട് നമ്മൾ ഈ റിവേഴ്സ് സ്വിച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട ബാക്കിലേക്ക് ഇറക്കിയിട്ട് ഈ സാധനത്തിന് നമുക്ക് ഫ്രീ ആക്കാം. ഇപ്പം നമ്മുടെ മോട്ടർ നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലാണ് മോട്ടറിൽ ലൈഫ് കിട്ടുള്ളൂ. ഈ മോട്ടർ 7 കൊല്ലമൊക്കെ ഓടാൻ കാരണം നമ്മളത് യൂസ് ചെയ്യണ എൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യണം. നമ്മളതിനെ ഭംഗിയിലല്ല, എല്ലാ ദിവസവും കഴുകി ചെയ്ത് വെക്കണതിലല്ല കാര്യം. അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സിനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെ ആളിപ്പോൾ ബ്രൈഡ് തട്ടിയെടുത്ത് വെയിലാമ തുറന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾ കറക്റ്റായിട്ട് തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ബ്രൈഡ് എടുത്ത് കയ്യിൽ പിടിച്ച് ഓക്കെ. ഇനി പറ്റുമെങ്കിൽ ഒരു ചുറ്റാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കാസ്റ്റ് ചെയ്തോ. ഫസ്റ്റ് അങ്ങനെ പിടിച്ചോട്ടെ, കുഴപ്പമില്ല. പിന്നീട് അത്രേ ഉള്ളൂ. എവിടെ അടിപൊളി. ആളെ എറിഞ്ഞ് അക്കരെത്തിച്ചിട്ട് ഇപ്പോൾ തുടക്കക്കാരിക്കൊക്കെ പറ്റിയ അത്യാവശ്യം 40 LB അത്രയായിട്ട് ഉണ്ടാവും. ബ്രൈഡ് 20 സംതിങ് ഉള്ളൂ mm. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസാണ്. ചുറ്റണ്ട, അങ്ങനെ തന്നെ അടിച്ചു, കുഴപ്പമില്ല. റീലിൻ്റെ സേഫ്റ്റി കറക്റ്റായില്ല. 8 മണിയായിരുന്നു. അടിച്ചു, അടി 2 ഒറ്റ
കൈ വെച്ച് കാസ്റ്റ് ചെയ്യണം. ഒറ്റ കൈ വെച്ചൊക്കെ അടിക്കണം. 2 കൈ കൊടുത്തോട്ടാ. ഇത് തട്ടി കറക്കണേന്ന് എപ്പോഴും ഇത് തട്ടിയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മോട്ടർ പൊടിഞ്ഞു പോകും കേട്ടോ. മോട്ടറിൻ്റെ ഉള്ളിലെ പാർട്സ് പൊട്ടിപ്പോവും. പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട് റീലിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ 3ാമത്തെ കാസ്റ്റും പക്കയാണെങ്കിൽ ആളെ നമ്മൾ വെള്ളത്തിലേക്ക് അടുപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ട്യൂൺ ഫോഗ് അടുത്തതിൽ കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു സാധാരണ തവള കാസ്റ്റ് ചെയ്യാം. ഒരു 180 രൂപയുടെ തവളയുണ്ട്, ഫ്രഷ് സാധനം. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ അധികം വില ചിലവ് വരില്ല. ഒരു കാസ്റ്റ് ചെയ്യും. 2 തുടക്കം തന്നെ കൈ കൊണ്ട് എറിയണ്ട. അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്യാൻ കേട്ടോ. നല്ല ഡിസ്റ്റൻസിൽ പോകുന്നുണ്ട്. ബ്രൈഡിൻ്റെ ആണോ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ ആണോ അറിയട്ടോ. പറന്ന് പോകുന്നുണ്ട് എന്തായാലും. ഈ ബ്രൈഡ് നമ്മുടെ ലോക്കൽ കടകളിൽ കിട്ടൂല. 1000 ചില്ലാൻ രൂപയുള്ളൂ. പക്ഷെ ഭയങ്കര കാസ്റ്റിംഗ് ഡിസ്റ്റൻസാണ്. ഒട്ടേമില്ല. ഞാൻ ചാക്കൊക്കെ വലിച്ചിട്ടുണ്ടെന്ന്. ചൂണ്ട ഇത്രയും പൊക്കി പിടിക്കരുത്. റിട്രീവ് ചെയ്യുമ്പോൾ നമ്മൾ ചൂണ്ട മീഡിയം ലെവലിൽ താത്തി പിടിക്കാട്ടാ. എന്നാലാണ് നമുക്ക് മീൻ ഹുക്കാവുള്ളൂ. മീനടിച്ചാൽ ജസ്റ്റ് റോഡ് ഒന്നും കൂടി താത്തിയിട്ട് റീല് ചുറ്റി ബ്രൈഡ് ടൈറ്റ് ചെയ്തിട്ട് ഹുക്ക് ചെയ്താൽ പെട്ടെന്ന് മീൻ കിട്ടും. നമുക്ക് എന്തായാലും ആളത് കാസ്റ്റ് ചെയ്ത് നോക്കാം.